ഹലോ ഗായ്സ്, ഇന്ന് അഗൈൻ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫീഡിങ് ചെയറിനെ കുറിച്ച് പറയാനാണ്. എമ്മിക്കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ പപ്പ എമ്മിക്കുട്ടിക്ക് വാങ്ങിച്ച ഒരു ഗിഫ്റ്റാണ് ഈ ഫീഡിങ് ചെയർ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂവും അതുപോലെ അത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുമ്പായി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ലെറ്റ്സ് ഗോ ടു ദി വീഡിയോ. നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് ഏറ്റവും ടെൻഷനുള്ള കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൃത്യമായിട്ട് അവർ കഴിച്ചില്ലെങ്കിലുള്ള ഒരു കാര്യം. അപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ള ഒരു ഫുഡ് റൂട്ടീൻ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ പലപ്പോഴും കുഞ്ഞുങ്ങളുടെ പിന്നാലെ നടന്ന് 2-3 മണിക്കൂറൊക്കെ എടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെയായിട്ട് ഫുഡ് കൊടുക്കുകയാണ് ചെയ്യാറ്. എന്താ പറയുക, വഴിയിലെ പൂച്ചേനെയും കാക്കേനെയും നായേനെയും ഒക്കെ കാണിച്ചിട്ട് വേണ്ടി വരുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് കൊണ്ട് ഡൈനിങ് ടേബിളിന് അടുത്ത് തന്നെ ഇരുന്ന് നമ്മളുടെ ഇത് കഴിക്കുമ്പോൾ ഉള്ള പോലെ തന്നെ അവരും കഴിക്കുക. അതൊരു നല്ല കാര്യമല്ലേ? കുഞ്ഞുങ്ങൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വന്നിട്ട് ഭക്ഷണം ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർക്ക് നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കാനായിട്ട് ഭയങ്കര ഒരു ടെൻഡൻസിയാണ്. എന്നാൽ നമ്മൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൊടുക്കാനും പറ്റില്ല. അപ്പോൾ അതിനൊക്കെ സൊല്യൂഷനായിട്ടാണ് ഈ ഒരു സീറ്റിനെ കുറിച്ച് ഞാൻ പറയുന്നത്. ഈ സീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല തരത്തിൽ വരുന്നുണ്ട്. അതായത് ഇതിന് ഹൈ ചെയർ എന്ന് പറയും, ബൂസ്റ്റർ ചെയർ എന്ന് പറയും. ഇങ്ങനെ 2 തരത്തിലുള്ള സീറ്റാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിൽ ഹൈ ചെയറിൻ്റെയും ബൂസ്റ്റർ സീറ്റിൻ്റെയും പ്രത്യേകതകൾ ഞാൻ പറയാം. ഹൈ ചെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചെയറാണ്. അതായത് കുഞ്ഞുങ്ങളെ നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ അത്രത്തോളം തന്നെ വലുപ്പമുള്ള ഒരു ടേബിളിൽ ഇരുത്തിക്കൊണ്ട് അതിന് ഒരു സീറ്റ് ഉണ്ടായിരിക്കും. അതിൽ കുഞ്ഞുങ്ങളെ ഇരുത്തിക്കൊണ്ട് നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാര്യമാണ്. ഇവിടെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ബൂസ്റ്റർ ചെയർ ആണ്. ബൂസ്റ്റർ ചെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൈ ചെയറിൻ്റേത് പോലെ 4 കാലുകൾ ഉണ്ടാവില്ല. അതിന് പകരം ഈ ഒരു സീറ്റ്, ബൂസ്റ്റർ ചെയർ സീറ്റ്, നമുക്ക് നമ്മുടെ കസാരകളിൽ, അതായത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ മറ്റു കാലുള്ള കസേരയൊക്കെ ഉണ്ടല്ലോ, അതിലെല്ലാം ഘടിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചെയറാണ് ഈ ബൂസ്റ്റർ ചെയർ. അത് നമുക്ക് ഈസി ആയിട്ട് അതിൽ ക്ലിപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ സേഫ്റ്റിക്കൊന്നും വിഷയമില്ല. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ബെൽറ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഹൈ ചെയറിലുണ്ട്, ബൂസ്റ്റർ ചെയറിലുണ്ട്. അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ബൂസ്റ്റർ ചെയർ ആണ് കേട്ടോ. അപ്പോൾ ബൂസ്റ്റർ ചെയറിന് കമ്പാരിറ്റീവ്ലി നമ്മുടെ ഹൈ ചെയറിനേക്കാളും റേറ്റും കുറവാണ്. ഹൈ ചെയർ ഒരു നല്ല ഹൈ ചെയർ ആയിരിക്കുമ്പോൾ ഒരു 10,000-4,000 രൂപയുടെ അടുത്ത് വരും. പക്ഷേ നമുക്ക് ബൂസ്റ്റർ ചെയർ നമുക്ക് ഒരു 2,000 രൂപയ്ക്ക് താഴെ കിട്ടുന്നതാണ്. 2,000 രൂപ ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ള ബൂസ്റ്റർ ചെയറിന് ഒരു 1,700 രൂപയാണ് ആയത്. നിങ്ങൾക്ക് അതിലും താഴ്ന്ന പ്രൈസിലും ഇത് അവൈലബിൾ ആണ് കേട്ടോ. അതായത് ഒരു 1,000 രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ പക്ഷേ ഇത് ഓരോ ഹൈ ചെയറിനും അല്ലെങ്കിൽ ഓരോ ബൂസ്റ്റർ ചെയറിൻ്റെയും റേറ്റിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിയിലും അതുപോലെ തന്നെ പെർഫോമൻസിലും വ്യത്യാസം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ സേഫ്റ്റി മെഷേഴ്സിലാണ്. ഇപ്പം ഞാൻ വാങ്ങിച്ച ബൂസ്റ്റർ ചെയർ നിങ്ങൾക്ക് കാണിച്ചു തരാം, വിശദമായി തന്നെ കാണിച്ചു തരാം. അതിൽ എൻ്റെ ഇതിൽ 3 സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 3 ബെൽറ്റാണുള്ളത്. ചിലതിൽ 5 ബെൽറ്റ് ഉണ്ടായിരിക്കും. പിന്നെ പല രീതിയിലും മടക്കി വെക്കാവുന്ന തരത്തിൽ നമുക്ക് വേറെ സ്ഥലങ്ങളിലേക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് അത്തരത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ബൂസ്റ്റർ ചെയർ നല്ല മടക്കി വെച്ച് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളതാണ്. അതുപോലെ തന്നെ ഈ ചെയറുകളെ സംബന്ധിച്ച് അവ നമുക്ക് പല പൊസിഷനുകളിൽ ഉപയോഗിക്കാം. അതായത് നമുക്ക് ഇപ്പം ഞാൻ വാങ്ങിച്ച ബൂസ്റ്റർ ചെയറിനെ കുറിച്ച് തന്നെ പറയാം. അത് നമുക്ക് സീറ്റിൽ വെച്ച് ഉപയോഗിക്കാം, പിന്നെ നിലത്ത് വെച്ച് ഉപയോഗിക്കാം. പിന്നെ അതിന് 2 കാലുകളുണ്ട്. കാല് വേണമെങ്കിൽ നിർത്തി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഹൈറ്റ് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് ഒരു സീറ്റ്, ബേബി സീറ്റായിട്ടും അത് ഉപയോഗിക്കാം. ഈ ഒരു സീറ്റിൻ്റെ മെയിൻ ആയിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വരുന്നത് വിത്ത് ഫുഡ് ട്രേ ആണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് നമ്മൾ അതിൽ കുഞ്ഞുങ്ങളെ ഇരുത്തി കഴിയും മുമ്പിലൊരു ട്രേ കൂടെ നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. ഈ ട്രേ ഡിറ്റാച്ചബിൾ ആണ്. നമുക്ക് പിന്നീട് കൊണ്ടുപോയി കഴുകാം, അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്യാം. അപ്പോൾ ഈ ഒരു ട്രേ വരുമ്പോൾ നമുക്ക് ഫുഡ് ആ ട്രേയിൽ തന്നെ നേരിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ പാത്രത്തിൽ വെച്ച് കൊടുക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന പോലെ തന്നെ കുഞ്ഞുങ്ങളും നമ്മുടെ കൂടെ ഇരുന്നിട്ട് ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കും. കുറച്ചുകൂടെ വലുതാവുമ്പോൾ നമുക്ക് ഒരു പലതിനനുസരിച്ച് ബ്രാൻഡിനനുസരിച്ചിട്ട് ചിലത് 15 കിലോ വരെ, ചിലത് 20 കിലോ വരെയൊക്കെ കപ്പാസിറ്റി ഉള്ളതാണ് കേട്ടോ. കുട്ടികൾ ഇരുത്താനായിട്ട് കപ്പാസിറ്റി ഉള്ളതാണ്. അതിനനുസരിച്ചിട്ട് കുഞ്ഞുങ്ങൾ വലുതാവുമ്പോൾ നമുക്ക് ട്രേ റിമൂവ് ചെയ്തുകൊണ്ട് നമുക്ക് കുഞ്ഞുങ്ങളെ നമ്മുടെ നേരിട്ട് ഡൈനിങ് ടേബിളിന് അടുത്തേക്ക് ഇരുത്താനായിട്ട് പറ്റും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അതായത് നമ്മുടെ സാധാരണ ഡൈനിങ് ടേബിളിലെ ചെയർസിലൊക്കെ കുഞ്ഞുങ്ങളെ ഇരുത്തുമ്പോൾ അവർക്ക് ടേബിളിലേക്ക് എത്താറില്ല. വളരെ ഏന്തി വിരിഞ്ഞ് അവർ കഴിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താ ചെയ്യുക, അവരെ നമ്മൾ ഡൈനിങ് ടേബിളിൽ വയ്ക്കാതെ നിലത്തൊക്കെ ഫുഡ് കൊടുക്കും.
അപ്പോൾ അങ്ങനെ അതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളെ പോലെ തന്നെ അവരും ഇരുന്നിട്ട് നമ്മളോടൊപ്പം ഭക്ഷണം കഴിക്കുക, ഒരു ഫുഡ് റൂട്ടീൻ ഉണ്ടാക്കുക, അത്തരത്തിലെ ഒരു ശ്രമമാണ് ഈ ഒരു ബൂസ്റ്റർ ചെയർ നിർവഹിക്കുന്നത്. സാധാരണയായിട്ട് നടന്നു തുടങ്ങിയ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അമ്മമാർ ഫേസ് ചെയ്യുന്ന വേറൊരു പ്രോബ്ലമാണ് അവരെ എല്ലായിടത്തും ഓടി നടക്കും. അവർ പിന്നാലെ നടന്നിട്ടായിരിക്കും നമ്മൾ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ തന്നെ ഒരുപാട് സ്ഥലം ആ ഒരു രീതിയിൽ വൃത്തിക്കേടാവാൻ ചോറ് പോയിട്ട് മറ്റുമായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് ഉണ്ടാക്കലൊക്കെ അമ്മമാർക്ക് സ്ഥിരം ജോലിയാണല്ലോ. അപ്പോൾ അതുകൂടെ ഒഴിവാക്കാനായിട്ട് ഇത്തരത്തിലൊരു ചെയർ ഉപയോഗിക്കുമ്പോൾ പറ്റും. ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഈ ബൂസ്റ്റർ ചെയർ ലൈറ്റ് വെയിറ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം. അസംബിൾ ചെയ്യാനും വളരെ എളുപ്പമായിരുന്നു. ഇതെപ്പോഴും വരിക നമ്മൾ വാങ്ങുമ്പോൾ വരിക പല പാർട്സ് ആയിട്ടാണ് വരിക. നമ്മളത് അസംബിൾ ചെയ്തിട്ട് കറക്റ്റ് ചെയ്ത് എടുക്കേണ്ടതുണ്ട്. അത് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ഈസിയാണ് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രേ, അത് ഡിഷ് വാഷർ സേഫാണ്. ഞങ്ങൾ വാങ്ങിച്ചതിൽ ഒരു കപ്പ് ഹോൾഡർ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫീഡിങ് കപ്പ് കൂടി അതിൽ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ട്രേ വലിച്ച് എടുക്കാം. നമ്മൾ ഉണ്ണീനെ വെച്ചതിന് ശേഷം നമുക്ക് ട്രേ ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോക്കിംഗ് ഉണ്ട്, അതവിടെ കൃത്യമായിട്ട് ഇരുന്നോളും. പിന്നെ ബാക്കി 2 ബെൽറ്റുകൾ, ഒന്ന് സീറ്റിന് പുറകിലൂടെ നമുക്ക് ഇടാൻ പറ്റുന്നതും പിന്നെ ഒന്ന് സീറ്റിന് അടിയിൽ കൂടെ ഇടാൻ പറ്റുന്നതാണ്. അതുകൂടെ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ബൂസ്റ്റർ സീറ്റ് കംപ്ലീറ്റ് ആയെന്ന് പറയും. പിന്നെ വേണമെങ്കിൽ ഇത് നമുക്ക് കാറിലും ഉപയോഗിക്കാം എന്നാണ് അവർ പറയുന്നത് നമ്മൾ വണ്ടികളിൽ പോകുമ്പോൾ. പക്ഷേ ഞങ്ങളത് ചെയ്ത് നോക്കി. കാര്യം ഉണ്ണീനെ വെച്ചിട്ട് അതിൽ ഉണ്ണി ഇരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല ഉണ്ണി. പക്ഷേ അതത്ര സേഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അത്ര സേഫായിട്ട് തോന്നിയില്ല. പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ അതുകൊണ്ടൊരു ഹെൽപ്പ് ഉള്ളതായിട്ട് തോന്നില്ല. നമുക്ക് സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് വെക്കാം, പക്ഷെ എന്നാലും അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് നമ്മളിത് വാങ്ങണ്ട. അതിന് വേണ്ടിയിട്ട് കാർ ബൂസ്റ്റർ സീറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ട്, അത് വാങ്ങുന്നതായിരിക്കും നല്ലത്. എനിക്ക് ഇത് വാങ്ങിച്ചപ്പോൾ എനിക്ക് ഇത് നല്ല ഉപകാരമായിട്ട് തോന്നി. ഞങ്ങളിപ്പോൾ ഇത് 1 ഇയർ അപ്പോൾ അവൾക്കായി ബർത്ത്ഡേ ആയപ്പോഴാണ് അപ്പോൾ അത് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കുഞ്ഞ് ഒരു 2-3 വയസ്സ് കഴിഞ്ഞ ശേഷമാണ് ഇത് ഉപയോഗിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് ഉപകാരമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ വേറൊരു റൂട്ടീനാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് നിങ്ങൾ പുറത്ത് നടന്ന് എല്ലാ കാഴ്ചകളും കാണിച്ചിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് കുട്ടികൾ ഇതിലേക്ക് ഒന്ന് അഡോപ്റ്റ് ചെയ്യാനായിട്ട് സമയം എടുക്കുമായിരിക്കും. പക്ഷെ നിങ്ങൾ സ്റ്റാർട്ടിങ് തന്നെ, അതായത് കുഞ്ഞുങ്ങൾ ഇരുന്ന് തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ഇതിലെടുത്താട്ടോ ഈസി ആയിട്ട് നമുക്ക് ഇരുത്തി ഫീഡ് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്ത് വരുന്നതെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് തോന്നും. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്വയം ഒരു ബോധ്യം വരും, അതായത് ഞാൻ ഈ സീറ്റിലിരിക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ്, ഭക്ഷണം കഴിക്കുമ്പോൾ ഓടി നടക്കാൻ പാടില്ല, ഞാൻ ഇവിടെ ഇരുന്നിട്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്, അങ്ങനെയൊക്കെയുള്ള ഒരു സ്വയം ഒരു നോളജ് അവരിലേക്ക് എത്തിപ്പെടും നമ്മൾ ആ ഒരു രീതിയിൽ പ്രോപ്പറായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ നിങ്ങളിത് വാങ്ങുമ്പോൾ ഒത്തിരി ലേറ്റായിട്ട് വാങ്ങിച്ചിട്ട് ഉപകാരമില്ല. വാങ്ങുമ്പോൾ കുറച്ച് ഏർലി ആയിട്ട് തന്നെ വാങ്ങുക. നമുക്ക് തോന്നും പൈസ കുറച്ച് കൂടുതലല്ലേന്ന് തോന്നും. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹൈ ചെയറിലേക്ക് പോകാണ്ട് ഒരു ബൂസ്റ്റർ ചെയറിലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് പൈസ എമൗണ്ട് അത്ര വരുന്നില്ല, മാത്രമല്ല നിങ്ങൾക്കിത് അതുപോലെ തന്നെ ഒരുപാട് യൂസ് ചെയ്യാനായിട്ടും പറ്റും. ഇത് ഇനിയിപ്പോൾ അകത്തിരുത്തി ഭക്ഷണം കൊടുക്കുന്ന ശീലമില്ല, പുറത്താണ് ഇന്ന് ഭക്ഷണം കൊടുക്കുന്നതെന്ന് വെച്ചാലും നമുക്ക് കസാരയിൽ ഘടിപ്പിച്ചിട്ട് തന്നെ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് നമുക്ക് ഭക്ഷണം കൊടുക്കാം കേട്ടോ. ഇപ്പോൾ അങ്ങനെ കാഴ്ചകൾ കണ്ടു കൊടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് സേഫാണ്. അവർ സേഫായിട്ട് ആ ഒരു സീറ്റിൽ ഇരുന്നോളും. നമുക്ക് വേറൊരു സീറ്റിലും ഇതുപോലെ കൊണ്ടുവന്ന് ഇരുത്തി കഴിഞ്ഞാൽ നമ്മൾ പേടിച്ചിരിക്കണം എപ്പോൾ വീഴുമെന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. കുട്ടികൾ നല്ല സേഫായിട്ട് ആ സീറ്റിൽ ഇരുന്നോളും, ബൂസ്റ്റർ ചെയറിൽ ഇരുന്നോളും. അപ്പോൾ നമ്മുടെ ഫീഡിങ് വളരെ ഈസി ആവും. അടുത്തതായി ഞാൻ നിങ്ങൾക്ക് എനിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ച ബൂസ്റ്റർ ചെയർ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഫീച്ചേഴ്സും ഇപ്പോൾ കാണിച്ചു തരാം. ഞങ്ങളിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ ചിലതെല്ലാം ഇങ്ങനെ ഊഞ്ഞാല് പോലെ ആടിയിട്ട് അങ്ങനെയുള്ള ബൂസ്റ്റർ ചെയറും ഉണ്ട്. അപ്പോൾ ഇതിന് ആടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഞങ്ങളുടേത് അങ്ങനെ ആടുന്നതല്ല. ആടിൻ്റെ റേറ്റ് കുറവാണ്, 1000 രൂപയ്ക്ക് താഴേക്കേ ഉള്ളൂ കേട്ടോ. പക്ഷേ അതിൻ്റെ പ്രശ്നം അത് മടക്കി വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചത് മടക്കി വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ പലതിനും പല ഫീച്ചേഴ്സാണ്. ഫീഡിങ് തന്നെയാണ് പർപ്പസ്, പക്ഷേ ഫീച്ചേഴ്സിൽ ചെറുതായിട്ടൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അതിനനുസരിച്ച് റേറ്റിലും വ്യത്യാസം ഉണ്ടാകും. ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണ് ഞങ്ങൾ നോക്കി വാങ്ങിച്ചത്. ഇതാണ് ഞങ്ങൾ കുട്ടിക്ക് വേണ്ടി വാങ്ങിച്ച ബൂസ്റ്റർ ചെയർ കേട്ടോ. ഇത് ഗോകാർട്ടിൻ്റെ ആണ്. ഇത് സംഗതി ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ, മടക്കി വയ്ക്കാൻ പറ്റുന്നത്. ഞാൻ കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് ഇതിന് 3 സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് 3 ബെൽറ്റാണ് വരുന്നത്. ചിലതിൽ 5 ബെൽറ്റ് വരുന്നുണ്ട്, ഇതിന് 3 എണ്ണമാണ് വരുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇത് ലോക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്, ഇങ്ങനെ ലോക്ക് ചെയ്ത് ഇടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കസാരയിൽ നമ്മുടെ വീട്ടിലെ ഡൈനിങ് ടേബിളിൻ്റെ കൂടെയുള്ളൊരു ചെയറാണിത്. അപ്പോൾ നമ്മൾ ചെയറിൻ്റെ കുഷനൊന്നും കേടാൻ വേണ്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ ആദ്യം ഇട്ടിട്ടുണ്ട്.
അത് ഇട്ടുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും തോന്നുന്നു. ഈവൻ അവർ ചോറുണ്ട് കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് ഇവിടെ പോയാലും കുഷനിൽ പോയാലും നമുക്ക് ബുദ്ധിമുട്ടല്ലേ. നമ്മൾ നമ്മുടെ വീട്ടിലെ കസേരയിൽ വെച്ചിട്ട് ഈവൻ നമുക്ക് കൈയുള്ള കസേരയിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് വെച്ചിട്ട് ഈ വരുന്ന ബെൽറ്റ് ഉണ്ടല്ലോ അത് നമ്മൾ ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഇടാണ് ചെയ്യുന്നത്. നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, എത്ര വേണമെങ്കിലും ലെങ്ത് ഒക്കെ ഉണ്ട് ഇതിന്. അതുപോലെ തന്നെ കസേരയുടെ അടിയിലും കൂടെ നമ്മൾ ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതവിടെ സേഫ് ആയിട്ട് പ്ലേസ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് ഇങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതിൻ്റെ ഫുഡ് ട്രേ ആണ്. പിന്നെ ഒരു കാര്യം, ഇതിന് കുഷ്യനൊന്നും ഇല്ലാത്ത ടൈപ്പാണ്. ചിലതിന് കുഷ്യൻ വരുന്നുണ്ട്. കുഷ്യൻ ഉണ്ടാകുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ ആവുമ്പോൾ അത് മണ്ണടിക്കലും കാര്യങ്ങളൊക്കെ പ്രശ്നമാവും. നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ അത് വാഷബിൾ ആയിരിക്കും മിക്കതിൻ്റെയും ഈ കുഷ്യൻ വരുന്നത്. അപ്പോൾ വാഷ് ചെയ്ത് ഉപയോഗിക്കണം, അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാൻ ഫുഡ് ട്രേ വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഈ കസേരയുടെ കൂടെ വന്നിട്ടുള്ള ട്രേ. അപ്പോൾ ഇത് ഡിഷ് വാഷ് സേഫാണ്. നമുക്ക് നമ്മൾ ഓരോ തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് വാഷ് ചെയ്തിട്ട് വീണ്ടും പ്ലേസ് ചെയ്യാം. ഇതിൽ ഒരു കാര്യം, ചിലതിൽ ഇത് ട്രേ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ട്രേ റിമൂവ് ചെയ്തിട്ട് വാഷ് ചെയ്ത് കൊണ്ടുവന്ന് വെക്കാം. പക്ഷെ എങ്കിലും കൂടെ ഫുഡൊക്കെ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് മൊത്തം വാഷ് ചെയ്യേണ്ടതായിട്ട് വരും കേട്ടോ. ഇത് വളരെ ഈസിയാണ് വെക്കാനായിട്ട്. അതായത് ഇവിടെ ഒരു സംഗതി ഉണ്ട്, നമ്മൾ ഇങ്ങനെ ആക്കിയതിന് ശേഷം നമ്മളിതാ ഇങ്ങനെ വെച്ചാൽ മതി. അപ്പോൾ ഇത് ലോക്കായിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ലോക്കായിട്ട് ഇരിക്കും. ഇത് 3 പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതിന് പറ്റും കേട്ടോ. ഇതിന് ഞാൻ പറഞ്ഞില്ലേ, അതായത് ഇതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണെന്ന്. അപ്പോൾ ഇതിൻ്റെ കസേര നമ്മൾ കാല് ഓപ്പൺ ആക്കി കഴിഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മോഡലില്ല കേട്ടോ ഇങ്ങനെ. അപ്പോൾ ഇത് നമുക്കപ്പോൾ ഒരു കാലും കൂടി ആയിരുന്നു. ഇങ്ങനെയാകുമ്പോൾ കുട്ടികൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ നിലത്തിരിക്കാനായിട്ട് ഒരു സീറ്റായിട്ടും ഇത് ഉപയോഗിക്കാനായിട്ട് ഈസി ആയിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇവിടെ ഇങ്ങനെ ഒരു ഇതുള്ള കാരണം നമുക്ക് കുട്ടികൾ ഇരുന്ന് കഴിഞ്ഞാൽ ഈ ബെൽറ്റ് കൂടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകാനുള്ള സാധ്യത ഭയങ്കര കുറവാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോകാം കേട്ടോ, മടക്കി വെച്ച് കൊണ്ടുപോകാം. ഇതിവിടെ ലോക്ക് ഉണ്ട് കേട്ടോ, അതിൻ്റെ ഉള്ളിൽ ലോക്കായി. അപ്പോൾ ഇതിങ്ങനെ ഇരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് നല്ല കോമ്പാക്റ്റ് ആയിട്ട്, ഇത് എന്നും ഇങ്ങനെ മടക്കി വെക്കേണ്ടി വരില്ല. നമ്മൾ വല്ല യാത്രയൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണെങ്കിലാണ് നമ്മളിപ്പോൾ ഇങ്ങനെ മടക്കുന്ന ഒക്കെ ചെയ്യണമല്ലോ. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് എന്നും ഉപയോഗിക്കുന്നത്. വേറെ ചില മോഡലുകൾക്ക് ഇങ്ങനെ മടക്കി വയ്ക്കാൻ പറ്റില്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഇതിൽ ഈ ഒരു കാര്യം അഡ്വാൻറ്റേജ് ആണ് കേട്ടോ.